ഹലോ കൂട്ടുകാരെ, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തുന്ന ഗാന്ധി ക്വിസിലേക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ: അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായ്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഓമനപ്പേര് മനു അല്ലെങ്കിൽ മോനിയ. 1903 ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ. 1910 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന്? 1915 ജനുവരി 9. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ചു നൽകാൻ കാരണം? 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ചും ഉപ്പു സത്യാഗ്രഹവും നടന്ന വർഷം? 1930. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം? രണ്ടാം വട്ടമേശ സമ്മേളനം. 1931 ലണ്ടൻ. മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു? 5 പ്രാവശ്യം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത്? 5ാം കേരള സന്ദർശനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ആത്മകഥ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ 2 പ്രധാന സമരമാർഗങ്ങൾ? സത്യാഗ്രഹം, നിസ്സഹകരണം. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം ഏതാണ്? ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ്. ഇന്ത്യ
സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്നും മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നവ്കാലി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ആര്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എൻ്റെ ഗുരുനാഥൻ. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിക്ഷ മാഡലിൻ സ്ലേഡ്. രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 30. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ വികാരാതീതനായ ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ട്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? അന്തർദേശീയ അഹിംസാ ദിനം. ഗാന്ധിജിക്ക് എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്? 5 തവണ. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹ്യ സംഘടന? നാഷണൽ സർവീസ് സ്കീം. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം? 1996. 2014 ഗാന്ധി ജയന്തി ദിനത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതി സ്വച്ഛ് ഭാരത് മിഷൻ.